നമസ്കാരം. നിങ്ങൾ കേൾക്കുന്നത് പ്രേം അൻമോൾ ഹോദ ഹായ് വാണി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് വാണി. കഴിഞ്ഞ എപ്പിസോഡിൽ അമിതമായ ആവേശത്തിൽ ഞാൻ സർഫ് ബോർഡിൽ നിന്ന് കടലിലേക്ക് വീണിരുന്നു. ഇന്ന് ആ വീഴ്ച എന്റെ ജീവിതത്തിൽ എത്ര വലിയ വൈകാരിക മാറ്റങ്ങളാണ് കൊണ്ടുവന്നതെന്ന് നിങ്ങൾ കേൾക്കും. ഉപ്പും മധുരവും നിറഞ്ഞ രുചി. സ്വപ്നിൽ ഉടൻ തന്നെ കടലിലേക്ക് ചാടി എന്നെ രക്ഷിച്ചു. ആദ്യമായി അവന്റെ കൈകളിൽ ഇരുന്നപ്പോൾ ആ കടൽവെള്ളത്തിന്റെ ഉപ്പും പ്രണയത്തിന്റെ മധുരവും ഞാൻ ഒരേ സമയം അനുഭവിച്ചു. അനാവശ്യമായ മത്സരം. സ്വപ്നിൽ തന്ന വസ്ത്രം ഞാൻ ധരിച്ചു. ഞങ്ങളെ രക്ഷിക്കുന്നത് നോക്കി നിന്ന കാദറിനെ കണ്ടപ്പോൾ അവളോട് അനാവശ്യമായി ഞാൻ മത്സരിക്കുകയാണോ എന്ന് എനിക്ക് തോന്നി. എന്റെ അസൂയയുടെ ആദ്യ സൂചനയായിരുന്നു അത്. സർഫിംഗ് ക്ലാസും കരുതലുള്ള യുവാവും. സ്വപ്നിൽ എനിക്കായി ഒരു വനിതാ സർഫ് ഇൻസ്ട്രക്ടറെ ക്രിസ്റ്റീന ഏർപ്പാടാക്കി. ഒരു പുരുഷ ഇൻസ്ട്രക്ടറുടെ കൂടെ അത്ര അടുത്ത് ഇടപഴകാൻ എനിക്ക് കഴിയില്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നു. സ്വപ്നിലിന്റെ ഈ കരുതൽ എന്നെ ചിന്തിപ്പിച്ചു. ഒരുപക്ഷെ വിവാഹം വേണ്ടെന്ന് എന്റെ തീരുമാനം മാറ്റേണ്ടി വരുമോ? സ്വപ്നത്തിലെ പ്രണയം. തിരികെ പോകുന്ന വഴിയിൽ കാറിൽ വെച്ച് ഞാൻ അല്പം മയങ്ങിപ്പോയി. സ്വപ്നത്തിൽ സ്വപ്നിലും കാദറിനും കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ദൃശ്യം വീണ്ടും വീണ്ടും തെളിഞ്ഞുവന്നു. അത് എന്നെ വല്ലാതെ അസ്വസ്ഥയാക്കി. ഭാവനയും നെടുവീർപ്പും അസൂയ എന്നിൽ വലിയൊരു ആഗ്രഹമുണർത്തി. ആ ദൃശ്യത്തിൽ കാദറിന് പകരം ഞാൻ സ്വപ്നിലിനൊപ്പം നിൽക്കുന്നതുപോലെ എനിക്ക് തോന്നി. പെട്ടെന്ന് എന്റെ വായിൽ നിന്ന് ഒരു ശബ്ദം പുറത്തുവരികയും ഞാൻ ഞെട്ടി ഉണരുകയും ചെയ്തു. മൗനത്തിന്റെ കല. എന്തെങ്കിലും നല്ല സ്വപ്നം കാണുകയായിരുന്നോ എന്ന് സ്വപ്നിൽ ചോദിച്ചപ്പോൾ ഞാൻ മറന്നുപോയി എന്ന് കള്ളം പറഞ്ഞു. മൗനമായിരുന്നതുകൊണ്ട് മാത്രമാണ് അന്ന് ഞാൻ പിടിക്കപ്പെടാതെ രക്ഷപ്പെട്ടത്. പക്ഷെ ഈ 2 ദിവസത്തെ യാത്ര എന്റെ മനസ്സിൽ ഒരു വലിയ ചോദ്യം ഉയർത്തിയിട്ടുണ്ട്. എനിക്ക് സ്വപ്നിലിനെ ഇഷ്ടമാണ്. എങ്കിലും എന്റെ ജീവിതത്തിൽ അവനെ ഒരു പരിധിവരെ മാത്രം നിർത്തുന്നതാണ് നല്ലത്. അവൻ എന്റെ സമാധാനം കെടുത്താൻ പാടില്ല. എന്റെ സമാധാനത്തിനു വേണ്ടി ഞാൻ സ്വപ്നിലിന്റെ പ്രണയം വേണ്ടെന്ന് വെക്കുമോ? അതോ അസൂയയും പഴയ കാര്യങ്ങളും മറന്ന് മുന്നോട്ടു പോകുമോ? അസൂയയ്ക്കും ത്യാഗത്തിനുമിടയിൽ വലിയൊരു തീരുമാനത്തിന്റെ വക്കിൽ നിൽക്കുന്ന വാണി. പ്രേം അൻമോൾ ഹോദ ഹായ് വാണി യിൽ നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്നത് എപ്പിസോഡ് 39. ഉപ്പുവെള്ളം, മധുരമുള്ള പ്രണയം, പിന്നെ അസൂയയുടെ പുതിയൊരു വഴിത്തിരിവും. ഞാൻ കടലിൽ വീണു. സ്വപ്നിൽ ഉടനെ തന്നെ എനിക്ക് പിന്നാലെ ചാടി. എന്നെ എടുത്ത് വീണ്ടും ബോർഡിൽ ഇരുത്തി. അവൻ എന്റെ കൂടെ തന്നെ ഇരുന്നു. വാണി, പേടിക്കാനൊന്നുമില്ല. ഇതിലൂടെയാണ് ആത്മവിശ്വാസം കൂടുന്നത്. അവൻ എന്നെ വീണ്ടും പ്രോത്സാഹിപ്പിച്ചു. ആദ്യമായി സ്വപ്നിലിന്റെ കൈകളിൽ കടൽവെള്ളത്തിന്റെ ഉപ്പും പ്രണയത്തിന്റെ മധുരവും ഞാൻ ഒരേ സമയം അറിഞ്ഞു. കുറച്ചുനേരം ഞങ്ങൾ ഒരുമിച്ച് സർഫിംഗ് ചെയ്തു. പിന്നെ കരയിലേക്ക് തിരിച്ചു വന്നു. സ്വപ്നിൽ തന്റെ ബാഗിൽ നിന്ന് ഒരു ടവൽ എടുത്ത് എനിക്ക് തന്നു. അവൻ എനിക്കായി എല്ലാം കരുതി വെച്ചിരുന്നു. അവന്റെ ആ കരുതൽ എന്നെ വല്ലാതെ സ്പർശിച്ചു. ഞാൻ ടവൽ കൊണ്ട് ശരീരം തുടച്ച് വസ്ത്രം മാറി. അപ്പോഴേക്കും സ്വപ്നിലും വസ്ത്രം മാറിയിരുന്നു. വാണി, നീ ശരിക്കും ഒരു സർഫർ തന്നെയാണല്ലോ എന്ന് അവൻ എന്നെ പുകഴ്ത്തി. ഇതെല്ലാം നിന്റെ കൂടെയുള്ളത് കൊണ്ടാണ്. നീ എത്ര നന്നായിട്ടാണ് സർഫിംഗ് ചെയ്യുന്നതെന്ന് കണ്ടപ്പോൾ എനിക്കും ആഗ്രഹം തോന്നി. നീ ധൈര്യം തന്നതുകൊണ്ടാണ് എനിക്കിത് ചെയ്യാൻ പറ്റിയത് എന്ന് ഞാൻ പുഞ്ചിരിയോടെ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ കാദറിനെ ശ്രദ്ധിച്ചത്. അവൾ ഞങ്ങളെ തന്നെ നോക്കി നിൽക്കുകയാണ്. കണ്ണ് ഇടഞ്ഞപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് തംസ് അപ്പ് കാണിച്ചു. പിന്നെ വീണ്ടും പുസ്തകം വായിക്കാൻ തുടങ്ങി. സ്വപ്നിൽ എന്നെ പിടിച്ചു കയറ്റിയത് കാദറിനും കണ്ടിട്ടുണ്ടാകും. അത് ഓർക്കുമ്പോൾ എനിക്കൊരു ചെറിയ സന്തോഷം തോന്നി. ശരിക്കും അവൾക്ക് എന്നോട് അസൂയ ഉണ്ടാവില്ലായിരിക്കാം. പക്ഷേ ഞാൻ അവളോട് മത്സരിക്കാൻ നോക്കുകയാണ്. ഇതെല്ലാം എന്റെ ജീവിതത്തിൽ ആദ്യമായി തോന്നുന്ന വികാരങ്ങളാണ്. വായ്, നിനക്കായി ഞാൻ സർഫിംഗ് ക്ലാസ് റെഡിയാക്കാം. നാളെ മുതൽ തന്നെ പോകാം. നീ ഇന്ത്യയിലേക്ക് പോകുന്നതിനു മുൻപ് സർഫിംഗ് നന്നായി പഠിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സ്വപ്നിൽ, ഇതിന് ഒരുപാട് കാശാവില്ലേ എന്ന് ഞാൻ പേടിയോടെ ചോദിച്ചു. അതൊന്നും നീ പേടിക്കണ്ട. നിനക്ക് വേണ്ടി എത്ര വേണമെങ്കിലും ചിലവാക്കാൻ എനിക്ക് സന്തോഷമേയുള്ളൂ, സ്വപ്നിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞങ്ങൾ കുറെ നേരം കടൽക്കരയിൽ സംസാരിച്ചിരുന്നു. അതിനിടയിൽ കാദറിൻ എപ്പോഴാണ് പോയതെന്ന് പോലും ഞാൻ അറിഞ്ഞില്ല. രാത്രി ഉറങ്ങുന്നതിന് മുൻപ് സ്വപ്നിൽ തന്റെ ലാപ്ടോപ്പ് തുറന്ന് എനിക്കായി ട്രെയിനറെ ബുക്ക് ചെയ്തു. വായ്, ഒരു ലേഡി ഇൻസ്ട്രക്ടറെ ക്രിസ്റ്റീന ഏർപ്പാടാക്കിയാൽ മതിയോ എന്ന് അവൻ ചോദിച്ചു. നീ കാര്യമായിട്ടാണോ? ഞാനൊന്ന് ആലോചിക്കട്ടെ. ഇത്രയും സഹായങ്ങൾ സ്വീകരിക്കുന്നത് ശരിയാണോ എന്ന് എന്റെ മനസ്സ് ശങ്കിച്ചു. നിന്റെ കൂടെ സർഫിംഗ് ചെയ്യുന്നത് എനിക്കിഷ്ടമാണ്. പക്ഷേ ഒരു പുരുഷ ഇൻസ്ട്രക്ടർ ഇത്ര അടുത്തുനിന്ന് പതിപ്പിക്കുന്നത് എനിക്ക് കഴിയില്ല എന്ന് ഞാൻ എന്റെ പേടി തുറന്നു പറഞ്ഞു. ശരി വാണി, നിനക്കായി ഞാൻ ക്രിസ്റ്റീനയെ തന്നെ ശരിയാക്കാം എന്ന് അവൻ ഉറപ്പിച്ചു. തിരികെ വരുമ്പോൾ ഞാൻ ആലോചനയിലായിരുന്നു. സ്വപ്നിലിനെ പോലെ കരുതലുള്ള ഒരാൾ കൂടിയുണ്ടെങ്കിൽ ജീവിതം എത്ര സുഖമായിരിക്കുമെന്ന് തോന്നി. ഒരുപക്ഷെ കല്യാണം വേണ്ടെന്ന എന്റെ തീരുമാനം മാറ്റേണ്ടി വരുമോ എന്ന് പോലും ഞാൻ ഓർത്തുപോയി. കാറിൽ ഉറങ്ങിയപ്പോൾ സ്വപ്നത്തിൽ സ്വപ്നിലും കാദറിനും കെട്ടിപ്പിടിക്കുന്നതാണ് കണ്ടത്. അസൂയ കാരണം എന്റെ സ്വപ്നത്തിൽ കാദറിന് പകരം ഞാൻ സ്വപ്നിലിനൊപ്പം നിൽക്കുന്നത് പോലെ തോന്നി. ആ ഉറക്കത്തിൽ എന്റെ വായിൽ നിന്ന് ഒരു ശബ്ദം പുറത്തുവരികയും ഞാൻ ഞെട്ടി ഉണരുകയും ചെയ്തു. നോക്കുമ്പോൾ സ്വപ്നിൽ എന്നെ തന്നെ നോക്കുന്നു.
ഞാൻ ആ സ്വപ്നത്തെക്കുറിച്ച് ഒന്നും മിണ്ടിയില്ല. ചിലപ്പോൾ മിണ്ടാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. സ്വപ്നിലിനെ എനിക്കിഷ്ടമാണ്. പക്ഷേ അവന്റെ പഴയ കാലവുമായി എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റുമോ? എനിക്ക് മാടത്തെ പോലെ ഒറ്റയ്ക്ക് താമസിച്ച് സേവനം ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. സ്വപ്നിൽ ഒരു നല്ല കൂട്ടുകാരനായിരിക്കുന്നതാണ് നല്ലത്. ഭർത്താവായി അവൻ എന്റെ സമാധാനം കളയാൻ സാധ്യതയുണ്ടെന്ന് ഈ 2 ദിവസത്തിൽ എനിക്ക് മനസ്സിലായി. എപ്പിസോഡ് 39 അവസാനിച്ചു. എപ്പിസോഡ് 40. നമസ്കാരം, നിങ്ങൾ കേൾക്കുന്നത് പ്രേം അൻമോൾ ഹോദ ഹായ് വാണി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് വാണി. കഴിഞ്ഞ എപ്പിസോഡിൽ വിവാഹം വേണ്ടെന്ന എന്റെ തീരുമാനം മാറ്റുന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിരുന്നു. പക്ഷേ അസൂയയും സ്വപ്നിലിന്റെ ഭൂതകാലവും എന്റെ മനസ്സിൽ ഒരു സംഘർഷം സൃഷ്ടിച്ചു. ഇന്ന് സ്വപ്നിൽ തന്റെ പ്രണയം എത്ര വ്യത്യസ്തമായ രീതിയിലാണ് പ്രകടിപ്പിക്കുന്നതെന്ന് നിങ്ങൾ കേൾക്കും. സർഫിംഗിലെ പ്രശംസ, ക്രിസ്റ്റീനയുടെ വായിൽ നിന്ന് എന്നെക്കുറിച്ചുള്ള പുകഴ്ത്തലുകൾ കേട്ട് ഞാൻ അഭിമാനത്തോടെ പറഞ്ഞു. അവൾ തന്റെ മുറിഞ്ഞ ഹിന്ദിയിൽ പറയുന്നു, നിങ്ങൾ ബെസ്റ്റ്, നിങ്ങളെപ്പോലൊരു ഫാസ്റ്റ് ലേണറെ ഞാൻ ആദ്യമായാണ് കാണുന്നത്. ഉയർന്ന ചിന്താഗതി. സ്വപ്നിൽ എന്റെ ലളിത ജീവിതത്തെയും ഉയർന്ന ചിന്തകളെയും അഭിനന്ദിച്ചു. മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് മനസ്സിലാക്കുന്നത് എനിക്ക് പ്രയാസമുള്ള കാര്യമല്ലെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഞാൻ ഒരു സാധാരണ അധ്യാപികയാണ്. എനിക്ക് സംതൃപ്തിയും സന്തോഷവുമാണ് വലുത്. ഭാരതമാതാവിന്റെ മുഖം. സ്വപ്നിൽ ഒട്ടും മടിക്കാതെ തന്റെ മനസ്സിലെ കാര്യം തുറന്നു പറഞ്ഞു. എന്റെ മുറിയിൽ ഭാരതമാതാവിന്റെ ഒരു വാൾപേപ്പറുണ്ട്. അതിൽ ചെറിയൊരു മാറ്റം വരുത്തി. ആ ഭാരതമാതാവിന്റെ മുഖത്തിന് പകരം നിന്റെ മുഖം നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വാക്ക് കേട്ടതും ഞാൻ നാണം കൊണ്ട് തുടുത്തുപോയി. കുരുന്നിന് ആവേശകരമായ വരവേൽപ്പ്. രാശിയിലും കുഞ്ഞു പരിഷ്ണിയും വീട്ടിലേക്ക് വരികയാണ്. അവർക്ക് ഗംഭീര സ്വീകരണം നൽകാൻ വീട് മുഴുവൻ ഒരുങ്ങിക്കഴിഞ്ഞു. രാശിയിൽ പ്രയോഗിച്ച അടുത്ത തന്ത്രം എന്നെ നാണം കൊണ്ട് തലകുനിപ്പിച്ചു. അത് നിങ്ങൾ കേൾക്കും. മാതൃത്വത്തിന്റെ മധുരം. സ്വപ്നിൽ അടുത്തുണ്ടായിരുന്നപ്പോൾ രാശിയിൽ മനഃപൂർവ്വം ഇങ്ങനെ പറഞ്ഞു, നിനക്കും ഇതുപോലൊരു മുത്തുക്കുട്ടൻ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അമ്മയായ ശേഷമാണ് മാതൃത്വത്തിന്റെ സന്തോഷം എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. പരിഷ്ണിയെ എന്റെ മടിയിൽ ഇരുത്തിക്കൊണ്ട് ഞാൻ നാണം കൊണ്ട് മുഖം മറച്ചു. പരാതിയും കടമയും. ഒരുപാട് പണം ചിലവാക്കി എന്നെ വരുത്തിയല്ലോ എന്ന് ഞാൻ രാശീലിനോട് പരാതിപ്പെട്ടു. രാശീലിന്റെ മറുപടി ഹൃദയസ്പർശിയായിരുന്നു. ഈ പ്രിയപ്പെട്ട കൂട്ടുകാരി എന്റെ ജീവിതത്തിൽ ഒരു ശുഭസൂചനയുള്ള സൂര്യനെപ്പോലെ ഉദിച്ചുയർന്നു. അങ്ങനെയുള്ള കൂട്ടുകാരിക്ക് വേണ്ടി ഞാൻ ഇന്ന് ചെയ്യുന്നത് എന്റെ കടമ മാത്രമാണ്. പിന്നെ എന്റെ പുതിയ വീക്കെൻഡ് പ്രോഗ്രാം, റാഞ്ചിലെ വീക്കെൻഡ്. സ്വപ്നിൽ തന്റെ റാഞ്ചിൽ ഫാം ഹൗസ് 2 ദിവസം ചെലവഴിക്കാൻ തീരുമാനിച്ചു. അവിടെ കൃഷിയോടൊപ്പം കുതിരകളുടെ സംരക്ഷണവും പരിശീലനവും നടക്കുന്നു. ഞാൻ സന്തോഷത്തോടെ പറഞ്ഞു, ഇപ്പോൾ അമേരിക്കയിലെ ഗ്രാമങ്ങളും പാടങ്ങളും കാണാനുള്ള സമയമായി. കടലിനും നഗരത്തിനും ശേഷം ഇപ്പോൾ ഞാൻ അമേരിക്കൻ ഗ്രാമത്തിലേക്ക് പോവുകയാണ്. റാഞ്ചിലെ പ്രകൃതി ഭംഗി എനിക്കും സ്വപ്നിലിനുമിടയിലുള്ള ബന്ധത്തിന് പുതിയൊരു ദിശ നൽകുമോ? ഞാൻ അവനോടൊപ്പം കുതിരസവാരി നടത്തുമോ? ലജ്ജ, പ്രണയപ്രകടനം, റാഞ്ചിലെ സാഹസികതയുടെ തുടക്കം. പ്രേം അൻമോൾ ഹോദ ഹായ് വാണി യിൽ നിങ്ങൾ കേൾക്കും. എപ്പിസോഡ് 40. ഭാരതമാതാവിന്റെ മുഖവും റാഞ്ചിലെ ആവേശകരമായ വാരാന്ത്യവും. അടുത്ത ദിവസം മുതൽ സ്വപ്നിൽ തന്റെ ജോലിയിൽ തിരക്കായി. ഞാൻ സർഫിംഗ് ക്ലാസുകൾക്ക് പോകാൻ തുടങ്ങി. എനിക്ക് വലിയ സന്തോഷമുണ്ട്. ക്രിസ്റ്റീന ശരിക്കും ഒരു മികച്ച ഇൻസ്ട്രക്ടറാണ്. സ്വപ്നിൽ എനിക്ക് വേണ്ടി ഇത്രയും തുക ചിലവാക്കുന്നുണ്ടെങ്കിൽ അവൻ എന്നോടുള്ള പ്രത്യേക കരുതൽ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. വാണി, നിന്റെ സർഫിംഗ് എങ്ങനെയുണ്ട്? വഴിയിൽ വെച്ച് സ്വപ്നിൽ എന്നോട് ചോദിച്ചു. ഞാൻ റിയർവ്യൂ മിററിൽ എന്റെ മുഖം നോക്കിക്കൊണ്ട് പറഞ്ഞു. ക്രിസ്റ്റീന എന്റെ സമർപ്പണത്തെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അവൾ തന്റെ മുറിഞ്ഞ ഹിന്ദിയിൽ, നീ ബെസ്റ്റ്, നിന്നെപ്പോലൊരു ഫാസ്റ്റ് ലേണറെ ഞാൻ ആദ്യമായാണ് കാണുന്നത് എന്ന് പറയുന്നു. ഞാൻ അഭിമാനത്തോടെ പറഞ്ഞു. നീ ക്രിസ്റ്റീനയ്ക്ക് ഹിന്ദി പഠിപ്പിച്ചു കൊടുത്താൽ അവളുടെ ഫീസിൽ കുറച്ച് ഡിസ്കൗണ്ട് ചോദിക്കാമായിരുന്നു, സ്വപ്നിൽ തമാശ പറഞ്ഞു. വേണ്ട, അവളുടെ ഫീസൊന്നും കുറക്കണ്ട. ഇവിടെ ചിലവുകൾ കൂടുതലാണ്. അവൾക്കും ജീവിക്കണ്ടേ? ഞാൻ ചിരിച്ചു. സ്വപ്നിൽ എന്റെ ലളിതമായ ജീവിതശൈലിയെയും ഉയർന്ന ചിന്തകളെയും അഭിനന്ദിച്ചു. വാണി, രാശിയിൽ നിന്നെക്കുറിച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. എന്റെ മുറിയിലുള്ള ഭാരതമാതാവിന്റെ വാൾപേപ്പറിൽ നിന്റെ മുഖം കാണണമെന്ന് എനിക്ക് തോന്നുന്നു, സ്വപ്നിൽ ഒട്ടും മടിക്കാതെ പറഞ്ഞു. ആ വാക്കുകൾ കേട്ട് ഞാൻ വല്ലാതെ നാണിച്ചു. സ്വപ്നിൽ, എന്തൊരു വിചിത്രമായ കാര്യങ്ങളാ നീ പറയുന്നത്. ഭാരതമാതാവ് എന്നാൽ ദൈവമാണ്. ഞാൻ വെറുമൊരു സാധാരണ പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞ് ഞാൻ വിഷയം മാറ്റാൻ ശ്രമിച്ചു. ഉടനെ സ്വപ്നിൽ വീക്കെൻഡ് പ്ലാൻ പറഞ്ഞു. നാളെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമ്മൾ നമ്മുടെ റാഞ്ചിലേക്ക് പോകുന്നു. അവിടെ പാടശേഖരങ്ങൾക്കൊപ്പം കുതിരകൾക്ക് പരിശീലനം നൽകുന്ന ഫാം ഹൗസുമുണ്ട്. അത് അവരുടെ സ്വന്തം റാഞ്ചാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ആശ്വാസമായി. എന്റെ പേരിൽ അനാവശ്യ ചിലവുകളുണ്ടാവില്ലല്ലോ. 2 ദിവസം പ്രകൃതിയുടെ മടിത്തട്ടിൽ കഴിയുന്നത് നല്ലൊരു അനുഭവമായിരിക്കും, ഞാൻ ആത്മാർത്ഥമായി പറഞ്ഞു.
ഞങ്ങൾ ആശുപത്രിയിൽ നിന്ന് രാശീലിനെയും പരിഷ്ണിയെയും കൂട്ടി വീട്ടിലേക്ക് വന്നു. പരിഷ്ണി എന്റെ മടിയിൽ കിടന്നുറങ്ങുകയായിരുന്നു. വാണി, നിനക്കും ഇതുപോലൊരു സുന്ദരിക്കുട്ടി ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അമ്മയായ ശേഷമാണ് എനിക്ക് മാതൃത്വത്തിന്റെ വില മനസ്സിലായത്. രാശീൽ മനപൂർവ്വം സ്വപ്നിൽ കേൾക്കെ പറഞ്ഞു. രാശീൽ ഇത് ഒറ്റയ്ക്ക് പറയുമായിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നി. ഞാൻ നാണം കൊണ്ട് മുഖം മറച്ചു. സ്വപ്നിൽ എന്റെ അസ്വസ്ഥത ശ്രദ്ധിച്ചു. ഉടൻ തന്നെ റാഞ്ച് ട്രിപ്പിനെക്കുറിച്ച് സംസാരിച്ച് വിഷയം മാറ്റി. അടുത്ത ദിവസം രാവിലെ ഞാൻ സ്വപ്നിലിനോടൊപ്പം കഹായിൽ ഗ്രാമത്തിലേക്ക് യാത്ര തിരിച്ചു. നഗരവും കടലും കണ്ടു. ഇനി അമേരിക്കൻ പാടങ്ങൾ കാണാൻ പോവുകയാണ്. സ്വപ്നിൽ, നീ കുതിരസവാരിയും നടത്താറുണ്ടോ? ഞാൻ വലിയ ആവേശത്തോടെ ചോദിച്ചു. എപ്പിസോഡ് 40 അവസാനിച്ചു. എപ്പിസോഡ് 41. നമസ്കാരം, നിങ്ങൾ കേൾക്കുന്നത് പ്രേം അൻമോൾ ഹോദ ഹായ് വാണി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് വാണി. കഴിഞ്ഞ എപ്പിസോഡിൽ എന്റെ അമേരിക്കൻ യാത്ര ഒരു പുതിയ വഴിത്തിരിവിലേക്ക് കടന്നു. കടൽത്തീരത്തിനും നഗരത്തിനും ശേഷം ഇപ്പോൾ ഞാൻ സ്വപ്നിലിന്റെ റാഞ്ചിൽ ഫാം ഹൌസ് 2 ദിവസം ചെലവഴിക്കാൻ പോകുകയാണ്. ഇന്ന് അമേരിക്കക്കാരുടെ ജീവിതം വാരാന്ത്യങ്ങളിൽ ഇത്ര ആവേശകരമാകുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. അമേരിക്കൻ ജീവിതശൈലി. അമേരിക്കക്കാർ 5 ദിവസം കഠിനാധ്വാനം ചെയ്യുമെന്നും വാരാന്ത്യങ്ങളിൽ ജീവിതം പരമാവധി ആസ്വദിക്കുമെന്നും സ്വപ്നിൽ വെളിപ്പെടുത്തി. അതിൽ ലോങ് ഡ്രൈവുകളും കടൽയാത്രകളും ട്രെക്കിംഗും ഉൾപ്പെടുന്നു. ഗ്രാമമോ നഗരമോ? റാഞ്ചിലേക്കുള്ള വഴിയിൽ അമേരിക്കൻ ഗ്രാമം കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. അവിടെ റോഡുകൾ മനോഹരമായിരുന്നു. ഓരോ വീടിന് മുന്നിലും കാറുകൾ പാർക്ക് ചെയ്തിരുന്നു. ഭൂമിയിലെ സ്വർഗം. റാഞ്ചിന്റെ ഭംഗി കണ്ട് ഞാൻ പുളകിതയായി. സ്വപ്നിൽ, ഇന്ന് നീ എന്നെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ എത്തിച്ചുവെന്ന് തോന്നുന്നു. എത്ര മനോഹരമാണ് ഈ റാഞ്ച്. കുതിരകളുടെ ഗണിതം, കുതിരകളുടെ ശാസ്ത്രീയ നാമങ്ങളും. സ്റ്റാലിയൻ, മേയർ, ഫോൾ. റാഞ്ചിൽ മേയറുകൾ, പെൺകുതിരകൾ എന്തുകൊണ്ട് കൂടുതലാണെന്നും സ്വപ്നിൽ എനിക്ക് പഠിപ്പിച്ചു തന്നു. ഈ വിജ്ഞാനം പ്രാചീന സമൂഹത്തിലെ ബഹുഭാര്യത്വത്തെക്കുറിച്ചും സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ചും എന്റെ മനസ്സിൽ ചിന്തകളുണർത്തി. വിനോദങ്ങൾ. ഗിറ്റാർ വായിച്ച് പാടുന്നത് തന്റെ ഹോബിയാണെന്ന് സ്വപ്നിൽ സമ്മതിച്ചു. എങ്കിലും തൽക്കാലം പ്രകൃതിയെ ആസ്വദിക്കാനാണ് അവൻ മുൻഗണന നൽകിയത്. എന്റെ അറിവില്ലായ്മയെക്കുറിച്ചും രുചികരമായ ഒരു കണ്ടെത്തലിനെക്കുറിച്ചും നിങ്ങൾ ഇനി കേൾക്കും. അരക്ഷിതാവസ്ഥ. റാഞ്ചിലെ ജീവനക്കാരിയായ പമേല എനിക്കായി അവക്കാഡോ സ്മൂത്തി കൊണ്ടുവന്നപ്പോൾ അതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് ഞാൻ അല്പം വിഷമിച്ചു. ഞാൻ ഒരു കിണറ്റിലെ തവളയെപ്പോലെയാണല്ലോ എന്ന് എനിക്ക് തോന്നി. രുചിയുടെ മാന്ത്രികത. പക്ഷേ ആ സ്മൂത്തി കുടിച്ചപ്പോൾ തന്നെ എന്റെ മനസ്സിലെ വിഷമം മാറി. ഞാൻ ഒരു കുട്ടിയെപ്പോലെ നിഷ്കളങ്കമായി പറഞ്ഞു, വാവ് സ്വപ്നിൽ, ഇത് എത്ര രുചികരമാണ്. റാഞ്ചിലെ പുതിയ വസ്ത്രങ്ങൾ. റാഞ്ചിൽ നടക്കാൻ സൗകര്യപ്രദമായ ലോങ് സ്ലീവ് ഷർട്ടും ഹൈ വേസ്റ്റ് ട്രൗസറും മുട്ടോളം വരുന്ന ബൂട്ടുകളും സ്വപ്നിൽ എനിക്ക് തന്നു. അവ എനിക്ക് കൃത്യമായിരുന്നു. കണ്ണാടിയിൽ എന്റെ പുതിയ രൂപം കണ്ട് സ്വയം മുട്ടുമടക്കി ഞാൻ ചിന്തിച്ചു, വാക്കുകൾ കൊണ്ടല്ല, പ്രവൃത്തി കൊണ്ടാണ് സ്വപ്നിൽ സ്നേഹം പ്രകടിപ്പിക്കുന്നത്. ഇപ്പോൾ ഞാനും സ്വപ്നിലും പ്രകൃതി കാണാനായി റാഞ്ചിൽ നിന്ന് പുറപ്പെടുകയാണ്. സ്വപ്നിലിന്റെ ഈ മൗന പ്രണയം വിവാഹം വേണ്ടെന്ന എന്റെ തീരുമാനത്തെ മാറ്റുമോ? കുതിരസവാരിയുടെ ആവേശം, അവക്കാഡോയുടെ അറിവ്, പിന്നെ പുതിയൊരു ബന്ധത്തിലേക്കുള്ള ചുവടുവെപ്പ്. പ്രേം അൻമോൾ ഹോദ ഹായ് വാണി യിൽ നിങ്ങൾ കേൾക്കും. എപ്പിസോഡ് 41. റാഞ്ചിലെ ആവേശം, കുതിരകളുടെ വിജ്ഞാനം, സ്മൂത്തിയുടെ മാന്ത്രികത. ഞങ്ങൾക്ക് സ്വന്തമായി കുതിര റാഞ്ച് ഉണ്ട്. അതുകൊണ്ട് ഇത് സ്വാഭാവികമാണ്. ഞാൻ മാത്രമല്ല, എന്റെ അച്ഛനും അമ്മയും കുതിരസവാരി നടത്താറുണ്ട്. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങൾ അമേരിക്കക്കാരുടെ ജീവിതം സാഹസികത നിറഞ്ഞതാണ്. നീ ഒരു സർഫർ മാത്രമല്ല, കുതിരസവാരിക്കാരനുമാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു. സ്വപ്നിലിന്റെ സവാരി കാണാൻ എനിക്ക് ആഗ്രഹം തോന്നി. നീ ഇവിടെ അമേരിക്കയിലാണെങ്കിൽ നീയും ഇതൊക്കെ ചെയ്യുമായിരുന്നു. ഇവിടുത്തെ സംസ്കാരം അങ്ങനെയാണ്. 5 ദിവസം കഠിനാധ്വാനം ചെയ്ത് വാരാന്ത്യങ്ങളിൽ പാർട്ടി, ലോങ് ഡ്രൈവ്, ട്രെക്കിംഗ് എന്നിവയുമായി അവർ ജീവിതം ആഘോഷിക്കുന്നു, സ്വപ്നിൽ വിശദീകരിച്ചു. ഞാൻ മൗനം പാലിച്ചു. കാരണം എനിക്ക് ട്രെക്കിംഗും മൗണ്ടനിയറിംഗും തമ്മിലുള്ള വ്യത്യാസം അറിയില്ലായിരുന്നു. എന്റെ അറിവില്ലായ്മ പുറത്തെറിയാതിരിക്കാൻ ഞാൻ പതുക്കെ ഗൂഗിളിൽ തിരഞ്ഞു വ്യത്യാസം മനസ്സിലാക്കി. വാണി, ഫോണിൽ എന്താണ് ചെയ്യുന്നത്? നോക്കൂ, നമ്മൾ റാഞ്ചിൽ എത്തിക്കഴിഞ്ഞു, സ്വപ്നിൽ വിളിച്ചു പറഞ്ഞു. കാർ ഒരു വലിയ വീടിന് മുന്നിൽ നിന്നു. സ്വപ്നിൽ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്നെ സ്വർഗത്തിലെത്തിച്ചുവെന്ന് തോന്നുന്നു. ഈ റാഞ്ച് എത്ര മനോഹരമാണ്. പാടങ്ങളും മലകളും കുതിരകളും എല്ലാം അതിശയിപ്പിക്കുന്നു, ഞാൻ സന്തോഷത്തോടെ പറഞ്ഞു. വാണി, നിനക്കറിയില്ലായിരിക്കാം, ആൺകുതിരയെ സ്റ്റാലിയൻ എന്നും പെൺകുതിരയെ മേയർ എന്നും അവയുടെ കുട്ടികളെ ഫോൾ എന്നും വിളിക്കുന്നു. ഞങ്ങളുടെ റാഞ്ചിൽ ഇപ്പോൾ 3 സ്റ്റാലിയനുകളും 8 മേയറുകളും 15 ഫോളുകളുമുണ്ട്. ഞങ്ങൾ സോഫയിലിരുന്നു. സ്വപ്നിലിന്റെ അറിവിനു മുന്നിൽ എനിക്കൊന്നും അറിയില്ലെന്ന് മനസ്സിലായി. എന്റെ ചിന്തകൾ എവിടെയൊക്കെയോ പോയി.
പണ്ട് കാലത്തെ ബഹുഭാര്യത്വം ഈ മൃഗങ്ങളിൽ നിന്നാണോ വന്നതെന്ന് ഞാൻ ആലോചിച്ചു. ലോകം ഇത്ര പുരോഗമിച്ചിട്ടും ഇപ്പോഴും സ്ത്രീ പുരുഷ സമത്വം അംഗീകരിക്കാത്തവർ ഉണ്ടല്ലോ എന്ന് ഞാൻ ഓർത്തു. പമേല ഞങ്ങൾക്കായി അവക്കാഡോ സ്മൂത്തി കൊണ്ടുവന്നു. അവക്കാഡോ എന്താണെന്ന് അറിയാതെ ഞാൻ അല്പം വിഷമിച്ചെങ്കിലും ആദ്യത്തെ ഇറക്ക് കുടിച്ചപ്പോൾ തന്നെ അതിന്റെ രുചി എന്റെ ഭയമെല്ലാം മാറ്റി. വാവ് സ്വപ്നിൽ, ഇത് എത്ര രുചികരമാണ്! ഞാൻ ഒരു കുട്ടിയെപ്പോലെ പറഞ്ഞു. ഞാൻ വസ്ത്രം മാറാൻ പോയി. സ്വപ്നിൽ എനിക്കായി നീലയും കറുപ്പും കലർന്ന ഡ്രസ്സും ബൂട്ടുകളും സമ്മാനമായി തന്നു. അവ എനിക്ക് കൃത്യമായിരുന്നു. കണ്ണാടിയിൽ എന്നെത്തന്നെ കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. സ്വപ്നിലും അതേപോലെയുള്ള റാഞ്ച് വസ്ത്രങ്ങളിൽ പുറത്ത് കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. വാക്കുകളില്ലാതെ പ്രണയം പ്രകടിപ്പിക്കാൻ സ്വപ്നിലിന് പ്രത്യേക കഴിവുണ്ടെന്ന് എനിക്ക് തോന്നി. എപ്പിസോഡ് 41 അവസാനിച്ചു.